ഇന്ന് നാം സഞ്ചാരികളുടെ യാത്ര ട്രെയിനിലാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നാം സഞ്ചാരികളുടെ യാത്ര ഇന്ന് പോകുന്നത് ശുചീന്ദ്രത്തെ സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ്. മനോഹരമായ കുളവും അതിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങുകളും കാണാം. പ്രകൃതിയുടെ പച്ചപ്പും ആകാശത്തിൻ്റെ നീലിമയും കണ്ണിന് കുളിർമയേകുന്നു. ഏകദേശം നാഗർകോവിൽ എത്താറാകുമ്പോൾ ഒരുപാട് മനോഹരമായ പാടശേഖരങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ശുചീന്ദ്രത്ത് പോകാനുള്ള ബസ് കാത്തു നിൽക്കുകയാണ് ഇവിടെ. ഈ കാണുന്നത് ക്ഷേത്രത്തിന് മുന്നിലെ ചെറിയ ആറാണ്. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ആർച്ച് കാണാവുന്നതാണ്. അതിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് കാണാം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വശത്ത് നിറയെ കടകളാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രക്കുളം. ഇവിടെയാണ് ആറാട്ട് നടക്കുന്നത്. ഇത് കുളത്തിനകത്തെ കൽമണ്ഡപമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഒരു ഭാഗം കാണാവുന്നതാണ്. ക്ഷേത്രത്തിന് മുന്നിലായി കുറച്ച് വഴിയോര കച്ചവടക്കാരെ കാണാം. ഇതാണ് ഇവിടെ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന തേര്. ഇതിൽ അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. തടിയിൽ തീർത്ത തേര് കാണാൻ വളരെ ഭംഗിയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുടെ പാതിവൃത്യവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനുമായും ശുചീന്ദ്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യമുണ്ട്. അത്രി മഹർഷിയുടെ വാസകേന്ദ്രമായിരുന്നു പണ്ട് ജ്ഞാനാരണ്യം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം. ഭർത്താവിനെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന അനസൂയയുമൊത്ത് അത്രി മഹർഷി കഴിയുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ക്ഷേത്രോത്പത്തിക്ക് കാരണം. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദനീയമല്ല. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശുചീന്ദ്രം സ്ഥാണുപെരുമാൾ ക്ഷേത്രം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ സങ്കല്പിച്ചുള്ളതാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ഇവിടെ ശിവനാണ് കൂടുതൽ പ്രാധാന്യം. ക്ഷേത്രത്തിലുള്ള 24 അടി ഉയരമുള്ള ഹനുമാന്റെ വിഗ്രഹം വളരെ പ്രസിദ്ധമാണ്. ധാരാളം ഉപപ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ് ഇത്. തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള വിശ്വധർമ്മ ബോധ കേന്ദ്രമാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത്. കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുചീന്ദ്രം ക്ഷേത്രം. നാഗർകോവിൽ കന്യാകുമാരി രാജവീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. തമിഴ്നാടിന്റെ ഭാഗമാകുന്നതിന് മുൻപ് ഇത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും മേടമാസത്തിലെ ചിത്ര പൗർണമിക്കും ആറാട്ട് വരും വിധമാണ് ഇവിടത്തെ ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൊഴുതിറങ്ങിയ നമ്മൾ പുറത്തിറങ്ങി നേരെ പോയത് കുളക്കടവിലേക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.